പ്രശസ്തമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങുന്ന യാത്ര നഗരം ചുറ്റി തിരികെ സ്കൂൾ ഗ്രൗണ്ടിലെത്തുമ്പോൾ ഘോഷയാത്ര അവസാനിക്കും. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഘോഷയാത്രയിൽ ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളും മറ്റ് കലാരൂപങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കലാകാരന്മാർ പങ്കെടുക്കും. ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ 24 സജ്ജമാണ്. ഇപ്പോൾ സ്മിത ഹരിദാസും ആൻമരിയ സണ്ണിയുമാണ് വിവരങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് തത്സമയം ചേരുന്നത്. സ്മിത, ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഈ ഘോഷയാത്ര എന്ന് പറയുന്ന ഒരു വർണ്ണ കാഴ്ചയാണ്. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്? ഇന്നെങ്ങനെയാണ് ഘോഷയാത്ര? സ്മിത. ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലെ ആ പ്രധാനപ്പെട്ട സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ തന്നെയാണ്. ഇതിപ്പോൾ ചമയങ്ങൾ ഒരുങ്ങുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാ കാണാം, നമുക്ക് ഓരോ പുലികൾ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. ചില പുലികൾ ഇതാ ഫ്രഷായിട്ടൊരു പുലി ഇപ്പം വന്ന് നിൽക്കുകയാണ്. ഇന്നലെ ഉറങ്ങാത്തൊരു രാത്രിയാണ് ഇവരെ സംബന്ധിച്ച് കടന്നുപോയത്. വെളുപ്പിന് തുടങ്ങി 1 മണി 2 മണിയോടുകൂടി ചമയങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇതാ മുഴുവനും പൂർത്തിയായി. ഒരു പൂർണ്ണകായ പുലി നിൽക്കുകയാണ്. പുലിയുടെ ചില അഭ്യാസങ്ങളൊക്കെ കാണാം. ഇതാ, എന്താ പുള്ളിയൊക്കെ ഇടാനുണ്ട്. ഇത് എത്ര മണിക്ക് തുടങ്ങി? 2:30 തുടങ്ങിയതാണ്. എപ്പോഴാ വന്നേ? ഞങ്ങൾ 11 മണി. തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ എല്ലാ കൊല്ലവും കാണാറുണ്ട്. എല്ലാ കൊല്ലം. എന്റെ പേര് രഘുനാഥ്. അപ്പൊ ഇത്തവണ എങ്ങനെയുണ്ട്? പൊളിക്കണം? ഇത്തവണ പൊളിക്കും. ഞങ്ങള് 30 പേരുണ്ട്. 30 പേരുണ്ട്. ഇതെങ്ങനെ സാധാരണ ഭക്ഷണം തന്നെയുള്ളൂ. ഭക്ഷണക്രമത്തിലൊക്കെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഉടഞ്ഞു പോയ പ്രശ്നമാണ്. ഇത്തിരി കൂട്ടണം. ഈ സീസണായി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് ഇത്തിരി ഭക്ഷണമൊക്കെ ഇത്തിരി നല്ല രീതിയിലാക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുങ്ങും ചേട്ടാ. അപ്പൊ ഈ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പുലിയുടെ പുലിത്തലകൾ അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. യുവജന സംഘം പുലിക്കളി സമിതി വിയ്യൂർ, തൃശ്ശൂരിന്റെ ഒരു കുത്തകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുലിക്കളി മാത്രമല്ല, കേരളത്തിന്റെ പലതരത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ ഇന്നിവിടെ ഘോഷയാത്രയിൽ അണിനിരക്കും. കാവടി ഉണ്ട്, കരകാട്ടം, മയിലാട്ടം, കാവടി, തെയ്യം, തിറ എന്നു വേണ്ട നാടൻ പാട്ടുകളും കലാസംഘങ്ങളുമായിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കലാകാരന്മാർ ഇന്നിവിടെ സമ്മേളിക്കും. അതാണ് അത്തനഗരിയിലെ ഒരു പ്രധാന പ്രത്യേകത. 9 മണിക്കാണ്, കൃത്യം 9 മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അതിന്റെ വിവരങ്ങൾ നമുക്ക് ആൻമരിയ നൽകും. ഞാനിപ്പോൾ ഈ ബോയ്സ് ഹൈസ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് ഇവിടെ ഒരുക്കങ്ങൾ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒരുക്കങ്ങൾ ചമയങ്ങളും തന്നെയാണല്ലോ ഈ അത്തം നഗരിയുടെ ഒരു പ്രധാന പ്രത്യേകതയും. അതുമാത്രമല്ല, നമ്മുടെ ഈ പൊയ്പോയ കാർഷിക സംസ്കാരത്തിന്റെ ഓണത്തിന്റെ വിളംബരമാണ്. അത്തത്തിന് തുടങ്ങി അത്തം 10 ഓണം എന്ന് പറയുന്നത് പോലെ തന്നെ അത്തം നാളിൽ തുടങ്ങുന്നു. അപ്പോൾ ആ പൊയ്പോയ കാലത്തിന്റെ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഉണർത്തിയിട്ട്, കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തിയിട്ട് ഐക്യത്തോടുകൂടി ഈ ഒരു ഇതിലെ രാജഭരണ കാലത്ത് തന്നെ രാജാവ് നഗരം ചുറ്റാൻ ഇറങ്ങുന്ന ആ കാഴ്ചകളുടെ ഓർമ്മകളുണ്ട്. ഇന്നലെ തന്നെ ഹിൽ പാലസിൽ നിന്ന് രാജപ്രതിനിധിയിൽ നിന്ന് നഗരസഭാധ്യക്ഷ രമാ സന്തോഷ് ഈ അത്തം പതാക അവിടെ നിന്ന് വഹിച്ച് ഏറ്റുവാങ്ങി അവിടെ നിന്ന് ഘോഷയാത്രയായി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ തുടങ്ങി യഥാർത്ഥത്തിൽ ഇന്നലെ ഇവിടെ പതാക എത്തിയപ്പോൾ തുടങ്ങി ഈ ആഘോഷങ്ങളെല്ലാം തന്നെ. ചേട്ടന്റെ ഈ പുലിക്ക് നിറം വ്യത്യാസം ഉണ്ടല്ലോ. ഇത് മുഴുവനായിട്ടില്ല. കുറെ നാളായോ ഇവിടെ? നിങ്ങള് ഈ ചേട്ടൻ നോക്ക്, ഇതാ ഇവിടെ ഒരു ചേട്ടനാണ് ഏറ്റവും വലിയ പുലി. അങ്ങനെ മത്സരം രണ്ടാളുണ്ട്. പുലികളിക്ക് അങ്ങനെ മത്സരം ഉണ്ടാവാറുണ്ടല്ലോ. ഇത്തവണയും പുലികളി പൊളിക്കുമല്ലേ? ഇതുകൊണ്ടാ ഈ ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ പുലി റെഡിയാവാൻ വേണ്ടി ഇരിക്കുവാണ്. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കുകയാണ്. പുലികളിയുടെ ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷേ ബാക്കി എല്ലാവരും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. തെയ്യം തിറയൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഘോഷയാത്ര തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ സംസ്ഥാന സർക്കാർ ഓണം ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റിയതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. മന്ത്രി MP രാജേഷ്, P രാജീവ് എന്നിവരുണ്ടാകും. അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരങ്ങളായ ജയറാമുണ്ട്, രമേശ് പിഷാരടിയൊക്കെ ഉദ്ഘാടന ചടങ്ങിന് വരും. 9 മണിക്ക് തന്നെ പതാക ഉയർത്തലുണ്ടാകും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അപ്പുറത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. 450-ലേറെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഇവിടുത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി. അതോടൊപ്പം തന്നെ ഭിന്നശേഷി സൗഹൃദമാണ് ഇത്തവണത്തെ അത്തച്ചമയ ദൃശ്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭിന്നശേഷി കുട്ടികൾ എല്ലാവരും ഉണ്ടാവും. അതൊരു വളരെ നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും ഹരിതചട്ടം പാലിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കാറ്. അതും ഇത്തവണയും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശുദ്ധജലം, കുടിവെള്ളം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താറുണ്ട്. മഴ ഇതുവരെ ഇല്ല. ഇന്നലെ 2 ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് ഇത്തവണ മഴ ചതിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം
ചെറുതായിട്ട് മഴ പെയ്തിരുന്നു. അങ്ങനെ നല്ല രസമായിട്ട് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ പ്രഭാതത്തിൽ. അതുതന്നെയാണ് ഈ ആഘോഷങ്ങളും ആരവങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, സ്മിത ഹരിദാസ് ആണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി ആൻമരിയ സണ്ണി കൂടി ചേരുകയാണ്. ആൻമരിയ, സുപ്രഭാതം. അപ്പോൾ ആൻമരിയ നിൽക്കുന്നത് എവിടെയാണ്? ഇന്നത്തെ ചടങ്ങുകൾ മന്ത്രി എം പി രാജേഷ് ഉണ്ട്, മന്ത്രി പി രാജീവ് ഉണ്ട്, നടന്മാരായ ജയറാമും രമേശ് പിഷാരടിയും ഒക്കെ എത്തുന്നുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകളുടെ ഒരു ക്രമീകരണം? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന സ്റ്റേജിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്ന് അത്തച്ചമയത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും ഉദ്ഘാടനം, പതാക ഉയർത്തലെല്ലാം നടക്കുന്ന പ്രധാന സ്റ്റേജിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കസാരകളൊക്കെ കാലിയാണ്, ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ഇന്നലത്തോടെ തന്നെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഒരു 9 മണിയോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 8 മണിക്ക് ശേഷം ഇങ്ങനെ ആയിരിക്കില്ല ഈ ഒരു സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആളുകളെ കൊണ്ട് നിറയും, കടകൾ കൊണ്ട് നിറയും, പിന്നെ ഒരുക്കങ്ങളാകും, കലാരൂപങ്ങളാകും. അങ്ങനെ ഈ തൃപ്പൂണിത്തുറ നഗരം മുഴുവനും അത്തച്ചമയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണാഘോഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. കൃത്യം 9 മണിക്ക് തന്നെ പരിപാടി, അത്തച്ചമയത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുമെന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. 9 മണിക്ക് മന്ത്രി എം പി രാജേഷ് ഇത് ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചലച്ചിത്ര താരമായിട്ടുള്ള ജയറാം ആയിരിക്കും നിർവഹിക്കുക. പിന്നീട് പി രാജീവ് പതാക ഉയർത്തും. അതിനുശേഷം ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം മുഴുവൻ ചുറ്റി തിരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൃത്യം 9 മണിയോട് കൂടി തന്നെ ആരംഭിക്കും. 450-ലധികം പോലീസുകളെ വിന്യസിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള സുരക്ഷ ഇതിനോടകം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആംബുലൻസുകളുടെ സർവീസ്, മറ്റ് സേവനങ്ങളെ എല്ലാം തന്നെ ഇതിനോടകം തന്നെ തയ്യാറാണ്. ഇന്നലെയോടുകൂടി തന്നെ ഈ നഗരത്തിൽ ഈ ഘോഷയാത്ര പോകുന്ന ഭാഗങ്ങളിലെല്ലാം ഈ ബാരിക്കേഡുകളൊക്കെ വെച്ച് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രധാന സ്റ്റേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റേജിലെല്ലാം നിറയെ ആളുകളായിരിക്കും. വളരെ അധികത്തോടു കൂടി ഓണാഘോഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തൃപ്പൂണിത്തുറ നഗരം ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള മഴയെല്ലാം ഈ ഓണാഘോഷത്തെ അല്ലെങ്കിൽ ആ ഒരു ഘോഷയാത്രയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് നിലനിന്നിരുന്ന ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മഴ മാറി നിൽക്കുകയാണ്, തെളിഞ്ഞൊരു കാലാവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓണത്തെ വരവേൽക്കാൻ തൃപ്പൂണിത്തുറ നഗരം ഒരുങ്ങിയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അത് മാത്രമല്ല നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ. ഇന്നലെ ഏകദേശം നമ്മൾ വന്ന സമയത്ത് കുറച്ച് ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്നു. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മിത കാണിച്ചിരുന്ന പുലികളിയുടെ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിയവരാണ്. ഏകദേശം ഒരു 2 മണിയോട് കൂടിയൊക്കെ അവർ ഒരുങ്ങാൻ വേണ്ടി തുടങ്ങിയത്. അത് പുലികളിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. പിന്നീട് ആ സ്കൂളിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തൃപ്പൂണിത്തുറ നഗരം മുഴുവൻ, കേരളം മണ്ണ് മുഴുവൻ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്, തയ്യാറായിരിക്കുകയാണ്. ക്രിസ്റ്റീന. ആൻമരിയ സണ്ണിയാണ് അത്തച്ചമയ വേദിക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.